കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം അർപ്പിക്കട്ടെ. പത്രോസ് എഴുതിയ 2-ാം ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 3-ാമത് വാക്യം. തൻ്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവൻ്റെ പരിജ്ഞാനത്താൽ അവൻ്റെ ദിവ്യശക്തി ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെയും നമുക്ക് ദാനം ചെയ്തിരിക്കുന്നുവല്ലോ. ഈ വാക്യങ്ങൾക്കാണ് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത് നമ്മുടെ ചിന്തകൾക്കെല്ലാം അപ്പുറമാണ്. ദൈവത്തിൻ്റെ ശക്തി നമ്മുടെ മേൽ വെളിപ്പെട്ട എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നുള്ളതും ചിന്തനീയമാണ്. വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ യേശു കർത്താവിൻ്റെ സ്തോത്രം ഈ ലോകത്തിലെ വാസം ക്രൂശീകരണം കഴിഞ്ഞ് സ്വർഗാരോഹണം ചെയ്ത് പോകുന്ന സമയങ്ങളിലെല്ലാം, അല്ലെങ്കിൽ യേശുവിൻ്റെ ക്രൂശീകരണത്തോട് അടുത്ത സാഹചര്യങ്ങളിലെല്ലാം തന്നെ അനുഗമിച്ച ശിഷ്യന്മാരോട് ആവർത്തിച്ച് പറഞ്ഞൊരു വാചകമാണ് പരിശുദ്ധാത്മാവിൻ്റെ ആഗമനം. ഞാൻ പോകുന്നത് നിങ്ങൾക്ക് ആവശ്യം, ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ എന്ന പരിശുദ്ധാത്മാവ് നിങ്ങളുടെ അടുക്കൽ വരികയില്ല, അവൻ സദാകാലത്തേക്ക് നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിന്. ഇതൊക്കെ വളരെ കൃത്യമായിട്ട് യേശു ശിഷ്യന്മാരോട് പറഞ്ഞ് വെച്ച ഭാഗങ്ങളാണ്. എന്നെ കേൾക്കുന്ന ദൈവമക്കൾ ശ്രദ്ധിക്കപ്പെടുക. ഈ ദൂത് കേട്ടിട്ടാണ് സ്തോത്രം മർക്കോസിന്റെ മാളിക പൊതുകിൽ 120 പേരടങ്ങുന്ന സംഘം പരിശുദ്ധാത്മാവിന്റെ ശക്തിക്കായിട്ട്, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ ആഗമനത്തിനായിട്ട് അവർ കാത്തിരിപ്പാൻ തക്കവണ്ണം ഇടവന്നു. അവിടെ വെളിപ്പെട്ടു വന്നത് കൊടിയ കാറ്റടിക്കും പോലെ സ്തോത്രം ദൈവമഹത്വം അവിടെ ഇടയിൽ ഇറങ്ങി വന്നു. സ്തോത്രം അവർ ദൈവശക്തി പ്രാപിപ്പാൻ തക്കവണ്ണം ഇടയായി. അവർ ഉച്ചരിച്ചു കൂടാത്ത ഭാഷകളിൽ അവർ ദൈവത്തോട് സംസാരിപ്പാൻ തക്കവണ്ണം ഇടയായി. എന്നാൽ പരിശുദ്ധാത്മാവ് നമ്മളിൽ ചെയ്യുന്ന പ്രവൃത്തികൾ എന്തൊക്കെയാണ്? അത് നമ്മൾ അതിൻ്റെ ഒരു തിരിച്ചറിവിലേക്ക് നമ്മൾ കടന്നു വരേണ്ടത് ആവശ്യമാണ്. സ്തോത്രം ബൈബിൾ ഇങ്ങനെ പറയുന്നു, അവൻ്റെ ശക്തി, സ്തോത്രം അവൻ്റെ ശക്തിയുടെ വളവറ്റ വലിപ്പം നമ്മുടെ ജീവിതത്തിനകത്ത് വെളിപ്പെട്ട് വരുമ്പോൾ സംഭവിക്കുന്ന വിവിധ മേഖലകളുണ്ട്. അതിലൊന്നാണ് ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന്. അപ്പം നമ്മൾ ചോദിക്കുന്നതിലപ്പുറമായി, നമ്മൾ നനയ്ക്കുന്നതിലപ്പുറമായി നമ്മുടെ ജീവിതത്തിൽ ചെയ്തു തരാൻ കഴിയുന്ന ഒരു ശക്തി നമ്മുടെ അകത്ത് എന്ത് ചെയ്യുന്നുണ്ട്? വ്യാപരിക്കുന്നുണ്ട്. അതിൻ്റെ വേറൊരു ഭാഗത്തിലേക്കാണ് പത്രോസിന്റെ ലേഖനത്തിൽ, പത്രോസ് അപ്പോസ്തലൻ 2-ാം ലേഖനത്തിനകത്ത് 1-ാം അധ്യായം 3-ാം വാക്യത്തിൽ പറയുന്നത്. അത് സ്തോത്രം എന്താണ്? തൻ്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവന്റെ പരിജ്ഞാനത്താൽ അവന്റെ ദിവ്യശക്തി, ആരുടെ? കർത്താവിന്റെ ദിവ്യശക്തിയായ പരിശുദ്ധാത്മാവ് സ്തോത്രം ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെയും നമുക്ക് ദാനം ചെയ്തിരിക്കുന്നുവല്ലോ. അപ്പം ജീവനും ഭക്തിക്കും ഇന്ന് ലോകത്തിൽ നമ്മൾ ജീവിക്കേണ്ടത് നമ്മുടെ ഒരു ആവശ്യകതയാണ്, അല്ലേ? ഒരുപക്ഷെ ക്രിസ്തുവിൽ ജീവിക്കുന്ന ഒരു ദൈവവൈദ്യനെ സംബന്ധിച്ചിടത്തോളം പൗലോസ് ഉൾപ്പെടെ പറയുന്നു, വിട്ടുപിരിഞ്ഞു കർത്താവിനോട് ചേരുവാൻ ഞാൻ അധികം ഇഷ്ടപ്പെടുന്നു. സ്തോത്രം കർത്താവിനോട് കൂടെ ഇരിക്കുന്നതാണ് ഏറ്റവും വലിയ കാര്യം. ഈ ഭൂമിയിൽ നമ്മളായിരിക്കുന്ന കഷ്ടത, ഞെരുക്കം, വേദന, പ്രതിസന്ധികൾ, ഒറ്റപ്പെടൽ, ഏകാന്തത, അല്ല പാപത്തോടുള്ള നമ്മുടെ പോരാട്ടം, ഇതൊക്കെ നമ്മൾ പലപ്പോഴും അസ്വസ്ഥരാകുമ്പോൾ നമ്മൾ പലപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഈ ലോകം വിട്ടുപിരിഞ്ഞ് നമ്മുടെ കർത്താവിനോട് കൂടെ ചേരുക എന്നുള്ളത്. കർത്താവ് ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണേ, അത് നമ്മുടെ ഇഷ്ടത്തിന് നടക്കുന്ന കാര്യമല്ല. നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട്, കർത്താവ് ഇനി എനിക്ക് വേണ്ട, ഇനി ഈ ഒരു ആയുസ് എന്തിനാണ്? ഏലിയാവൊക്കെ പറഞ്ഞതുപോലെ ഞാൻ പിതാക്കന്മാരെക്കാൾ ശ്രേഷ്ഠനല്ല, എൻ്റെ ആയുസിനെ അവിടെ നെടുക്കണമേ എന്നൊക്കെ പ്രാർത്ഥിക്കുന്ന ഏലിയാവിനെ നമുക്ക് കാണുവാൻ തക്കവണ്ണം. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നമ്മുടെ ആഗ്രഹമാണ്. ദൈവത്തിൻ്റെ സമയമല്ലെങ്കിൽ ഒരിക്കലും ആർക്കും നിന്നെ ഒന്നും ചെയ്യുവാൻ കഴിയത്തില്ല. നമ്മുടെ ആയുസരിക്കുന്നത് പിശാചിൻ്റെ കരങ്ങളിലല്ല, നമ്മുടെ ആയുസരിക്കുന്ന മനുഷ്യൻ്റെ നിർണയത്തിനകത്തല്ല, നമ്മുടെ ആയുസരിക്കുന്ന ആഭിചാരകൻ്റെ ചിന്തകൾക്കകത്തല്ല. നമ്മുടെ ആയുസരിക്കുന്നത് നമ്മുടെ കർത്താവിൻ്റെ സ്തോത്രം അല്ലെങ്കിൽ ഹൃദയത്തിലാണ്, അല്ലെങ്കിൽ കർത്താവിൻ്റെ പദ്ധതിയിലാണ് അത് വെളിപ്പെടുവാൻ തക്കവണ്ണം ഇടവരുന്നത്. എന്നാൽ ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് വേണ്ടിയതുണ്ട്. എന്തൊക്കെ? ജീവനും വേണ്ടിയതുണ്ട്, ഭക്തിക്ക് വേണ്ടിയതുണ്ട്. സ്തോത്രം ഹല്ലേലൂയ. ഇത് നമുക്ക് ദാനം ചെയ്യുന്ന ആളിന്റെ പേരാണ് ദിവ്യശക്തി. കർത്താവിന്റെ ദിവ്യശക്തി നമ്മുടെ ജീവനും ഭക്തിക്കും വേണ്ടിയതെല്ലാം നമുക്ക് ദാനം ചെയ്തിരിക്കുന്നത്. എൻ്റെ അർത്ഥം എന്തുവാ? ഇന്ന് പ്രഭാതത്തിൽ ഈ സന്ദേശം നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ അകത്ത് ദൈവശക്തി വ്യാപരിക്കുന്നുവെങ്കിൽ, നിങ്ങളുടെ അകത്ത് ദൈവകൃപ വ്യാപരിക്കുന്നുവെങ്കിൽ, നിങ്ങളുടെ അകത്ത് ദൈവത്തിന്റെ മഹത്വം ചലിക്കുന്നുവെങ്കിൽ, ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. ആ ശക്തി നിങ്ങളുടെ മേൽ വെളിപ്പെട്ടു വന്നാൽ നിങ്ങളുടെ ജീവൻ ആവശ്യമുള്ളത്, നിങ്ങളുടെ ഭക്തിക്ക് ആവശ്യമുള്ളത് നൽകി തരുവാൻ ദൈവം ശക്തനാണ്. അതിനുവേണ്ടി സ്വർഗത്തിലെ ദൈവം നമുക്ക് കൃപ നൽകട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹീതമായ ഈ നല്ല പ്രഭാതത്തിനാണ് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നത്. ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ തൃക്കരങ്ങൾ തരികയാണ്. അനേകായിരങ്ങളിലേക്ക് എത്തിച്ചേരുവാൻ, അനേക വിശ്വാസികളുടെ കയ്യിൽ, അനേക വ്യക്തികളുടെ കരങ്ങളിൽ ഈ മെസ്സേജ് എത്തിച്ചേരുവാൻ അവിടെ
അവിടുന്ന് കർത്താവ് കൃപ ചെയ്യണം. ആയിരങ്ങൾക്ക് പതിനായിരങ്ങൾക്ക് അത് പ്രയോജനപ്പെടണം. നിങ്ങൾക്ക് അനുഗ്രഹമായി സന്ദേശം മാറണം. സ്വന്തം അങ്ങനെ ചെയ്യുന്നതിനായിട്ട് സ്തോത്രം, മഹത്വം അങ്ങേക്ക് യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു.